അപ്പൊ നമ്മളെ മൂന്നാമത്തെ ദിവസം നാലാം ദിവസത്തേക്ക് കടന്നു. നമ്മൾ എന്താക്കുന്ന യാത്ര അടുത്ത സ്വീകരണമില്ല. നാഗ്പൂരേക്ക് പുറപ്പെടുകയാണ്. അതെ, നാഗ്പൂരാണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം 450-500 കിലോമീറ്ററിൻ്റെ അടുത്ത് ഹൈദരാബാദിൽ നിന്ന് ഓടാനുണ്ട്. 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓട്ടമല്ല, നമ്മുടെ വിശ്രമോ ചായ കൂടിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് 10 മണിക്കൂറുണ്ടാവും. ഏകദേശം 6 മണിക്കൊക്കെ നമ്മൾ എവിടെയാണ് എത്തുന്നത് അവിടെ റൂം എടുത്തിട്ടുണ്ടാവും. നമ്മൾ തങ്ങും. ഇതാണ് ഇനി അടുത്ത പ്ലാൻ. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസം ഹോട്ടൽ മൗലിയിൽ റൂം എടുത്തിരിക്കുകയാണ്. ഇവിടെ ഏകദേശം എല്ലാ സ്ഥലത്തും റൂം ഫങ്ഷൻ ഹാൾസിൻ്റെ, മാരേജ് ഹാൾസിൻ്റെ അടുത്തായിട്ടാണ് റൂം കിട്ടുന്നത്. നല്ല റൂമാണ്, നല്ല വിശാലമായ റൂമാണ്, നല്ല വൃത്തിയുണ്ട്. AC റൂം 4 പേർക്ക് അവർ പറഞ്ഞത് 2000 രൂപയാണ്. അത്യാവശ്യം നല്ല വിശാലമായ സ്ഥലം, എന്താ പറയുക, സൗകര്യമുണ്ട്. റൂം വലിപ്പമുള്ള റൂമാണ്, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. പിന്നെ വണ്ടി കഴുകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈഫൈ ഇല്ല, ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ റേഞ്ച് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് നമ്മളെ റൂം. നമുക്ക് ഭയങ്കര മത്സരട്ടോ ഇവിടെ നടക്കുന്നേ. ഇത് ആൾക്കാർ നോക്കി കാത്തു വെക്കുന്നേ. 1000കണക്കിന് ആളുകളാണ് എന്താക്കുന്നത്, കാത്തു വെക്കുന്നത്. അക്കമ്പള്ളിയുള്ള 4 ആൾ. വെള്ളം കൂടി പിടുത്തം വിട്ട പോത്തട്ടാ. മുരി ഇതെന്നാ സംഭവം? ഓണം പിടിച്ചിട്ട് ഇവര് പോകില്ല. ഭയങ്കര മത്സരം. കമ്മിറ്റിക്കാർ വരുന്നുണ്ടാ? കൂടിയത് കൊണ്ട് ചില കാളുകൾ തന്നെ ഓടുന്നില്ല. അപ്പൊ ഒന്ന് ആൾക്കാരൊന്ന് മാറി. കമ്മിറ്റിന്റെ ആൾക്കാർ സാജിക്കാനെ ബന്ധപ്പെട്ടിട്ട് സൈഡിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞേക്ക്. അതായത് സൈഡിൽ നിന്ന് കൊടുക്കും. जो क्लास आएगा किसको क्या मिलता है? पैसा मिलता है? कितना है? 30,000 35,000 ऐसे प्राइस है. കമ്മിറ്റിന്റെ അംഗം നമ്മുടെ സാജിക്കാനോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട് കേട്ടാ. सेल भी करता है बाद में? सेल करता है? नहीं वो बेचते नहीं करते. वो आती है कीमत 4 लाख. कौन सा फैमिली ये बड़ा गाय किसका है? गौरन बैल. बाकी ये जो बैल है जैसा वो खिलर बैल है. हाँ, ये इधर की नस्ल नहीं है. बार का है वो मराठवाड़ा नस्ल है. एक किधर का है छोटा वाला? ये महाराष्ट्र नस्ल है इधर की. इधर के? हाँ, ये बहुत पवर है. മരത്തുമല്ല ആളെ കാണുന്നുണ്ടോ? മരത്തുമല്ല ആള് നോക്ക്. ഒത്തിരി ആൾക്കാർ. എന്തിന്റെ പേരാ എന്താന്ന്. ഭയങ്കര പരിപാടി എടുക്കുന്ന കേട്ടോ ഇവിടെ. നാഗ്പൂരിനടുത്ത്, നാഗ്പൂരിന്റെ 100 കിലോമീറ്റർ ഇപ്പുറം മരത്തിന്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടാ. പരിപാടി കാണാൻ. പരിപാടി എന്തെന്നാന്നുള്ളത് പഠിക്കാൻ പോയിട്ടുണ്ട്. സൈഫോ എന്താക്കുന്നുണ്ട്, പഠിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. സൈഫോ എന്നാ ഇവിടെ പരിപാടി നടക്കുന്നത്? ചോദിച്ചു മനസ്സിലാക്കിയപ്പോ മനസ്സിലായി ഇത് കാളപ്പൂട്ട് മത്സരമാണ്. ഇവിടെ ഏറ്റവും സ്പീഡിൽ ആടെ ഫിനിഷ് ചെയ്യുന്ന ഫിനിഷിംഗ് പോയിന്റ് ഓടിയിട്ട് ആടെ ഇതാക്കുന്നത് ഒരു കാളർക്ക് പോയിന്റ് കിട്ടും. ആ പോയിന്റ് അനുസരിച്ച് എന്താക്കും, ഒരു ബുക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവര് പന്തയം ബുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ആര് ജയിക്കുന്നില്ല. ഒരുപാട് പൈസ എന്താക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടക്കുന്ന കളികളാണ് ഇവിടെ നടക്കുന്നത്. അത്ഭുതകരമായ ഇവിടെ ആ ഒരു വീഡിയോ ഫോട്ടോ എടുക്കുന്നതാണ്. നിങ്ങളൊക്കെ അവരെല്ലാം അവരെ ഈ ആഘോഷത്തിൽ അവരൊരു മത്സരത്തിന്റെ രൂപം നോക്കി നോക്ക്. ഫുള്ളാളാ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. ഫുൾ പിടുത്തം വിട്ട ആൾക്കാർ. പോത്തളയിക്കണ്ടാ ഒട്ടകം അതോട്ടിട്ടാണ് നമ്മളെ കൊള്ള വരുമോ എന്നുള്ളതാണ് തിരിയാത്ത. അവിടെ എന്തെല്ലാം സെറ്റ് ആകുന്നുണ്ട്. ബാ